ഹലോ ഹായ് ഗായ്സ്. പറ ഗൈസ്, അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കൂടാണ് ഗൈസ്. ഇതിന് പറയാണ്ടോ? ഒന്നും പറയാനില്ല. കൈമുട്ട എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു വെറൈറ്റി കൂടാണ്. വെറൈറ്റി കൂടാണ്. നമ്മളൊരു വെറൈറ്റി കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്തുകൂടെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? കൂടെ കോഴിക്കൂടോ? ലവ് ബേർഡ്സിന്റെ കൂട്. ലവ് ബേർഡ്സിന്റെ കൂട് ഉണ്ടാക്കാൻ നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സ്വയം വീട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ മുമ്പും കുറെ കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് കൂട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ മച്ചാനൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് കമ്പെടുത്തിട്ട് നമ്മളിതാ ഒരു ഷീറ്റ് ഷീറ്റിന് എത്രയാടാ? 300 രൂപ ആയി. 3 അടിയുടെ ഷീറ്റിന് 300 രൂപ ആയി. പിന്നെ കുറച്ച് കമ്പുകളും അവിടെ നിന്നൊക്കെ പറക്കി. ഇനി ഇതാ നോക്കുന്നത് ജസ്റ്റ് സെറ്റ് ആക്കണം. ഇനി നമ്മള് ആയിട്ട് അടിക്കാൻ പോവാണ്. ഇതാണ് കൂടിന്റെ ഷേപ്പ് അല്ലേ? അപ്പൊ ഇത്ര നീളം നീളം കറക്റ്റ് ആണല്ലോ അവിടെ. ഓക്കെ, ഇല്യൂഷൻ ആണ് സംഭവം. മേലെ നോക്കിയാൽ കറക്റ്റ് അളവിലാട്ടോ. നല്ല മഴയാണ്. മഴയത്തിരുന്നാ നമ്മള് പണിയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കമ്പിന്റെ ഷേപ്പ്. നമ്മള് വലിയ കൂടൊന്നും അല്ല, വലിയൊരു കൂടാ ഉണ്ടാക്കുന്നത് അല്ലെ? വലിയ കൂട്. അപ്പൊ നമ്മള് നേരത്തെ ഉണ്ടാക്കിയ പോലത്തെ ഒരു പീസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ കട്ടിങ് കൂടെ വെച്ചിരിക്കുകയാണ്. സ്ട്രോങ് ആക്കാൻ പോവുകയാണ്. നമ്മൾ മറിച്ചിട്ടു. ഇത് മൂർഖൻ 5 വയസ്സുള്ള അതിഥി. കൂടിരിക്കുള്ളൂ. ഈ പറയുന്നത് ഇങ്ങനെ വെക്കണം ഡിസ്കഷൻ രണ്ടുപേരും. വട്ടം വെക്കുമ്പോ ഇത്രയും കൊറേ ഉണ്ട്, വലിയതായി. നേരത്തെ കണ്ടപ്പം കണ്ടോ ഇത്രയുള്ള നീളമായി അല്ല മക്ക. പിന്നെ ഗൈസ്, ന്യൂ തടി ലോഡിംഗ് ആണ് കണ്ടോ. അടിച്ചോ, അടി എല്ലാരും കൂട്ടിയിരുന്ന് അടിച്ചോ ഗൈസ്. അങ്ങനെ നമ്മൾ നെറ്റ് മുറിച്ചിരിക്കുന്നു അല്ല സുരേഷ? നമ്മൾ വെച്ചു. ഇപ്പൊ അടിക്കുന്ന നമ്മൾ നെറ്റ് വെച്ച് നോക്കുകയാണ്. നമ്മൾ നെറ്റ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. അടിക്കുക അല്ലേ? കണ്ടോ പഠിച്ചെടുക്കുന്നുണ്ടോ? ഫുൾ അടിച്ചു കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ കാണിക്കത്തുള്ളൂ അല്ലേ? നമ്മൾ അടിക്കുന്നൊന്നും കാണിക്കാൻ പാടില്ല. അത് വേണ്ട. കൂടിന്റെ അപ്ഡേഷൻ പറയാനാണെങ്കിൽ ഇത്ര അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അടിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ പണിത് ഇത്രയായി ഗൈസ്. അവസാനത്തെ അടിച്ചു കഴിയാൻ പോവാണ്. അങ്ങനെ കൂടിന്റെ മുകള് ഭാഗവും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം കൂടെ ഒരു എന്തായാലും റെസ്റ്റിന് വേണ്ടി കടി തന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കടിയാണത്? ഉഴുന്നുവടയും ജായും ഉണ്ടാക്കിയ നമ്മുടെ ഹാപ്പിയുമാണ് നമ്മള്. ഇപ്പൊ നിങ്ങൾക്ക് ഈ കൂടിന്റെ ഒരു സെറ്റപ്പ് മനസ്സിലായി കാണുമല്ലോ. അടിപൊളി കൂടാട്ടോ, രക്ഷയില്ല. അപ്പൊ നമ്മള് മുകളില് മൊത്തവും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു പൂർണ്ണ ഇതായി. എന്താടാ? പൂർണ്ണ സൂര്യനായി. ഇപ്പൊ ചട്ടി വെച്ചിട്ടാണ് ഫ്രണ്ട് ഗ്രില്ലടിക്കാൻ. അങ്ങനെ അതിനെ പരിപാടിയാ. നല്ല വലിയ കൂടാട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5 തലമുറ താമസിക്കാനുള്ള ഒരു സൗകര്യം ഇതിനകത്തുണ്ട് അല്ലെ? നമ്മളെ പണി കാണാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. പിരീഡ് കട്ട് ചെയ്ത്. എന്താണ് പേര്? പേര് പറയൂ. സീം ഇറങ്ങി വന്നിരിക്കാണ് കേട്ടോ നമ്മളെ കളിക്കൂട് കാണാൻ വേണ്ടി. ഗൈസ്, നമ്മളങ്ങനെ കമ്പ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത പണി ഡോറ് വെക്കുക എന്നുള്ളതാണ്. നമുക്ക് രണ്ടിടത്തും ഡോറ് വെക്കണം എന്നുള്ളതാണ്. കാരണം ഇത്രയും സൈസുള്ള കൂടായതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പാടാണ്. ഇതിൽ കുഞ്ഞുണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ട് വെക്കുകയാണെങ്കിലോ നമുക്ക് അത് വേണം. 2 എൻട്രൻസ് ആണ് നമ്മള് കൂട്ടിൽ പിടിപ്പിച്ചേക്കുന്നത്. ഇതൊന്ന് ഒരു എൻട്രൻസ് ലോഡിങ് ആണ്. ലോഡിങ് ആവുന്നേ ഉള്ളൂ. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഉള്ള ഡോറാണ്. അതാണ് കൊളുത്തൊക്കെ ഇവിടെ എന്ന് എഴുതേക്കട്ടെ. ഇവിടെ കൊളുത്തൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് വരികയില്ല കണ്ടോ. ഓ, അത് കൊള്ളാം കേട്ടോ. അത്യാധുനിക സാഹചര്യമായിപ്പോയി. അത് ഭയങ്കര അത്യാധുനികമായിപ്പോയി കേട്ടോ. അത്യാഗ്രഹം. നല്ല പണിയാണ് നിങ്ങൾ കേട്ടോ. എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പറയാം, ഉണ്ടാക്കി തരണം. ഓക്കെ.
കുരുവിക്ക് കയറിയിരിക്കാനാണ് നടക്കത്തെ കമ്പ് കേട്ടോ. ഇത്ര സെറ്റപ്പ് ആവും നമ്മൾ വിചാരിച്ചില്ല. അത് കിളിവീട്. അപ്പൊ മച്ചന്മാരെ നമ്മളിപ്പോ കിടത്തി വെച്ചിട്ട് അതിന്റെ അകത്ത് വേണ്ട ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചട്ടി വെച്ചിട്ടുണ്ട്, കമ്പും വെച്ചിട്ടുണ്ട്. അത് കയറിയിരിക്കാനും ഇത് ഇരിക്കാനും കയറി കിടക്കാനും. ഇവരെ കാണാത്ത ഒരു വെറൈറ്റി കൂടെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കൂടിന്റെ പേര്? സൽമാൻ. അതെ അത് ഏതായാലും കൊള്ളാം കേട്ടോ കൂട്. നമ്മളപ്പോൾ ഇനി ഫ്രണ്ടിലെ വാലയങ്ങൾ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇത്രയുമായി ഇതിന്റെ അകത്ത് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അടിക്കാത്തത്. ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്, പരിപാടി കഴിക്കുക. പിന്നെ നമ്മൾ ചെറിയൊരു തുളസി ചെടി വാങ്ങിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ലവ് ബേർഡ്സിന് തുളസി കഴിക്കാൻ മുട്ടുമ്പോ. കൂടിന്റെ അവസാന പണി ഘട്ടങ്ങളിലേക്കാണ് നമ്മളിപ്പം കാണാൻ വേണ്ടി പോകുന്നത്. എല്ലാ പണിയും ഏകദേശം എല്ലാം മൊത്തത്തിൽ കഴിഞ്ഞു. ഇങ്ങനെയാണാകാം എന്ന് കാണാൻ വേണ്ടി പോകണം. അല്ലാതെ കാണാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ഹൈടെക് സംഭവമാണ്. കൂടൊക്കെ ഉണ്ട്, വെറൈ കൂട് ഓഫ് ഇന്ത്യയാണ്. 16, 20, 25 ലവ് ബേർഡ്സിന് ഒരുപോലെ താമസിക്കാൻ പറ്റിയ റെസിഡൻസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടാക്കി പണിയുമ്പോ ഉള്ള? ഉണ്ടാക്കുന്നത് ആദ്യം ശ്രദ്ധിക്കുക, എന്ത് നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അത് കൊള്ളാം. ഹായ് ഗായ്സ്, പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. 2 സൈഡിലും പലക അടിച്ചു. ഈ മുകളിൽ നട ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ 2 നാട്ടിൽ ചലിച്ച പലകയോ അല്ല സീറ്റാ. അകം ഒന്ന് ഞാൻ പരിചയപ്പെടുത്തരാം. ഇതാണ് നമ്മുടെ അകം. സെറ്റപ്പായില്ലേ അകം? ലവ് ബേർഡ്സിനൊക്കെ ആർഭാടമായിട്ട് ജീവിക്കാൻ സ്ഥലം, ആർഭാടമായിട്ട് ജീവിക്കാൻ സ്ഥലം. അപ്പൊ നമ്മള് റൂഫിങ്ങിന് വേണ്ടി നമ്മള് കൂടിന്റെ പക്കത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂഫിങ് വരുന്നത് അല്ലെ? എങ്ങനെയുണ്ട്? നമ്മള് സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകാം. നമുക്കപ്പം അവിടെ കോഴിക്കൂറിന്റെ അകത്താണ് വെക്കേണ്ടത്. പ്രാവ് മുട്ടയിട്ടിട്ടുണ്ട്, മുട്ടയിട്ട് കുഞ്ഞുമായി. അപ്പൊ ഇതാ കൂടിനകത്തോട്ട് കയറുവാണ്. മഴ ചാറ്റലടിക്കൂടെ ആ ഷീറ്റ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നിവർത്തി വെക്കേണ്ടി വരും കേട്ടോ. കെട്ടി തൂക്കിയിടാനാണ് പ്ലാൻ. ഇച്ചിരി കഴിച്ച നമ്മളെ കൂട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. മേബിന് എന്താണ് ഇങ്ങനെയുള്ളപ്പോൾ പറയാനുള്ളത്? എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പറയാനുള്ളത്. ഇതാണ് കൂടിന്റെ അകം. കൂടിന്റെ അകത്തുനിന്ന് വെളിയിലോട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് കാണുന്നത്. അവിടെ മേബിനൊക്കെ ഉണ്ട്, അവിടെയും കൂടുണ്ട്, അവിടെയും വാതിലുണ്ട്, ഇവിടെയും ഉണ്ട്. ഇതാണ് മെയിൻ വാതിൽ. അതാണ് മെയിൻ വാതിൽ. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പിന്നെ എമർജൻസി ഡോറാണ്. ഇതിനെ മൊത്തം തുറക്കാൻ പറ്റും. അങ്ങനെ ആക്കിയേക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വെച്ചേക്കുന്നതാണിത്. അപ്പൊ ശരി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആ കമ്പം കൂടെ നമ്മൾ എടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ഇത്രയും കൂടുകൾക്കിടയിൽ പുതിയൊരു കൂടും കൂടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 മെയിലും ഫീമെയിലും നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അവർക്ക് മനസ്സിലായി കൂട് മാറാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞങ്ങളൊക്കെയാണ് ഇങ്ങനെ അവരെന്നൊക്കെ മാറി ആയിട്ട് ഇരിക്കുന്നത് 2 പേരും. അപ്പൊ ഇവരെ നമുക്ക് അങ്ങോട്ട് ഇടാം. കൊട്ടോ ഫസ്റ്റ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മളെ കൂട്ടോട് ഇടാൻ വേണ്ടി പോകണം. ഇട്ടോ കടന ഇതാണ്. മൂക്കിന് നീലയുള്ള ആണല്ലേ? ഓ അപ്പൊ ഫസ്റ്റ് അതിനാണ് കേറാൻ ഭാഗ്യം കിട്ടിയത്. കടിച്ചത് അടുത്ത ലവ് ബേർഡ്സിനെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കിളിക്കൂട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. കിളിക്കൂട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര മനോഹരമായി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയ കിളികളൊക്കെ കൂടുകളൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പം എന്തായിരുന്നു ഒരു അനുഭവം? എങ്ങനെയാണോ പ്ലാൻ, അതോ എങ്ങനെയോ ഉണ്ടായി ഇങ്ങനെ ആയതാണോ? എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഇതുപോലെ തന്നെ കുത്തിവെറുത്തായിരുന്നു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഓ, പിന്നെ ഇങ്ങനെ ആയിപ്പോയി അല്ലേ? പിന്നെ അങ്ങനെ ആക്കി. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഉണ്ടാക്കി തരുന്നതാണ്. കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഓക്കെ, ഫ്രീ ആയിട്ടല്ല. അപ്പൊ നമ്മുടെ കിളിക്കൂട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മേവന നീ പറ. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫിഞ്ചേഴ്സിനെയും കൂടെ നമുക്ക് കൂടുതൽ ഇട്ട് വെക്കാം. വല്ല പ്രശ്നമുണ്ടോ ഇല്ലയോ നമുക്കറിയാം. പ്രശ്നമുണ്ടെങ്കിൽ മാറ്റാല്ലേ? പ്രശ്നമുണ്ട് അപ്പൊ തന്നെ മാറ്റുവാണ്. പിഞ്ചസ് നല്ല രസം പിഞ്ചസ്.